മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടെ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറെന്ന് ഹൈക്കോടതി. ദുരന്ത നിവാരണ ഫണ്ടിലെ തുകയുടെ വിനിയോഗം സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. കയ്യിലുണ്ടായിരുന്ന പണം സർക്കാർ എന്തു ചെയ്തു എന്നാണ് സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞ 700 കോടി രൂപ ബാക്കിയുണ്ട്. SDRF 681 കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം സാലറി വന്നതും അടക്കം 7,65 രൂപ ചിലവാക്കിയിട്ടുള്ളൂ. അപ്പോൾ 681 കോടി രൂപ അവിടെയും ഇവിടെ 700 കോടി രൂപയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഭൂമി ഞങ്ങൾ തന്നെ 100 വീട്, മുസ്ലിം ലീഗ് 100 വീട് കർണാടക ഗവൺമെൻറ് 30 വീട്, യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം എടുത്തു തരുന്നില്ല. അപ്പോൾ സ്ഥലം എടുക്കുന്നതിനെ കുറിച്ചുള്ളൊരു നെഗോസിയേഷനോ വേണ്ട രീതിയിലുള്ള ഗൗരവതരമായ ചർച്ചയോ നടത്താതെ അത് വ്യവഹാരത്തിലേക്ക് കൊണ്ട് ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ മുന്നറിയിപ്പ് കൊടുത്താണ്. ഒരു കാരണവശാലും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകരുത്. സർക്കാർ വളരെ ബുദ്ധിപൂർവ്വമാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ നയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കേസായിട്ട് ഇങ്ങനെ പോകുന്നത്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ എന്താണെന്ന് നടന്നത്? ഇതിലൊരു മധ്യസ്ഥന്റെ റോളിലേക്ക് കോടതി മാറാം എന്ന് ആ ബെഞ്ച് തന്നെ പറയുന്നതിനിടയായ സാഹചര്യം എന്തായിരുന്നു? ഇന്ന് അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ കോടതി മുൻപാകെ നടക്കുകയുണ്ടായി. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. ഒപ്പം തന്നെ കോടതി അതിൽ ഇടപെട്ട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ വയനാടുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഇന്ന് നാടകീയമായ രംഗങ്ങളാണ് നടന്നത്. ആദ്യത്തേത് ഒരു സത്യവാങ്മൂലം കോടതിയിൽ ഇന്ന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചതാണ്. അവർ അതിൽ പറഞ്ഞത് ഡിസംബർ 10 വരെയുള്ള കണക്ക് പ്രകാരം 700 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. ഇതിൽ 638 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി വേറെ നൽകാനുണ്ട്. ബാക്കിയുള്ളത് 61 കോടി രൂപയാണ്. വേനൽക്കാലത്തെ വരൾച്ചയടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ പണം ആവശ്യമുണ്ട് എന്നും കോടതിയോട് സർക്കാർ പറയുകയും ചെയ്തു. SDRFിൽ നിന്നും ഉരുൾപൊട്ടലിന് പിന്നാലെ 21 കോടി രൂപ വയനാടിന് വേണ്ടി നൽകി. മാനദണ്ഡങ്ങൾ പ്രകാരം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇനി നൽകാൻ സാധിക്കുക 77 കോടി രൂപ കൂടി മാത്രമാണ് SDRFിൽ നിന്ന് എന്നാണ് ഇപ്പോൾ സംസ്ഥാനം പറഞ്ഞു വെച്ചത്. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 682 കോടി രൂപ വന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് SDRFുമായി ബന്ധപ്പെട്ടതല്ല, അത് പ്രത്യേക ഫണ്ടാണ്. അത് ഡിസംബർ 11 വരെയുള്ള കണക്കാണ് ആ പറഞ്ഞതും. തുടർന്നാണ് കോടതി ഇക്കാര്യത്തിൽ ഈ അവ്യക്തത മാറ്റണം എന്നാവശ്യപ്പെട്ടത്. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: SDRFിലെ മുഴുവൻ തുകയും വയനാടിനായി ഉപയോഗിക്കാനാകില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണം. മാത്രമല്ല, സർക്കാരിന്റെ നിലവിലെ ഉത്തരവുകൾ അനുസരിച്ച് നൽകാനുള്ള തുകയാണ് SDRFിൽ ബാക്കിയുള്ളത് എന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം. ആ കണക്ക് അവരെ കാണിക്കണം. കേന്ദ്രത്തിന് കൂടി വിശ്വാസമുള്ള ഒരു ഏജൻസിയെ വെച്ച് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി അവർക്ക് നൽകി ആ പണം മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിന് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഇടയിൽ മധ്യസ്ഥന്റെ റോൾ തങ്ങൾ വഹിക്കാമെന്നും കോടതി പറഞ്ഞു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് SDRF ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 18 കേസ് വീണ്ടും പരിഗണിക്കും. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഈ ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി നൽകുന്നതിൽ അത്തരമൊരു റോൾ എടുക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ കണക്കുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൂടി കിട്ടിയ ശേഷമായിരിക്കും കോടതി അതിൽ കേന്ദ്രത്തോട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ പോകുന്നു എന്ന് അറിയാൻ കഴിയുക. അക്കാര്യത്തിൽ കോടതി ചില തീരുമാനങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്നത്തെ നടപടികളിൽ നിന്ന് മനസ്സിലാവുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.